കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്കൊക്കെ വിരാമമാകാൻ പോവുകയാണ്. ഫുട്ബോൾ ലോകം കീഴടക്കാൻ പോകുന്ന മഹാമാമാങ്കത്തിന് ഇനി കൃത്യം 30 നാളുകൾ മാത്രം. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് ആരാധകർ. കാൽപന്തോളത്തിന് കണ്ണും നട്ട്. അതെ, ഇനി ആ കിക്ക് ഓഫിന് 30 നാൾ മാത്രം. ജൂൺ 12 പുലർച്ചെ 12:30 മണിക്ക് മെക്സിക്കോ സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ടെക്ക സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ വിസിൽ മുഴങ്ങും. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തിന്റെ നെറുകയിലാണ്. 30 ദിവസങ്ങൾക്കപ്പുറം കാനഡയും മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് ഫുട്ബോൾ ലോകത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കിലാഫ് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. കിലാഫ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫുട്ബോൾ ലോകത്തിന് ഇനിയിപ്പം വെറും 4 ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. ഓരോ സെക്കൻഡും ഓരോ ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ടതുമാണ്. ഇതിഹാസ താരങ്ങൾ ലിയോണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരുടെയൊക്കെ അവസാന ലോകകപ്പ് കൂടിയാണ് അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതേപോലെ തന്നെ ലിയോണൽ മെസ്സിയുടെയും അവസാന ലോകകപ്പായാണ് കരുതപ്പെടുന്നത് ഈ ലോകകപ്പിനെ. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ലോകകപ്പ് കിരീട നേട്ടത്തോടെ ലോകകപ്പ് നേടിക്കൊണ്ട് സമ്പൂർണ്ണമായിരിക്കുകയാണ് ലിയോണൽ മെസ്സി. ആ ഒരു നേട്ടം ഈ ഒരു ലോകകപ്പിൽ കൂടി ആവർത്തിക്കാനാണ് ലിയോണൽ മെസ്സി കളത്തിലിറങ്ങുക. എന്നാൽ മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ ഒരു ലോകകപ്പോട് കൂടി ഒരു ഫുട്ബോളിനോട് വിരാമമിടാം എന്ന രീതിയിലുള്ള തയ്യാറെടുപ്പിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 1000 ഗോൾ എന്ന സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വലിയൊരു മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ മത്സരത്തിലും ഓരോ ലീഗിൽ പോയാലും, സ്പാനിഷ് ലീഗിലാണെങ്കിലും അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിലും ഇറ്റാലിയൻ ലീഗിലാണെങ്കിലും ഇപ്പോൾ സൗദിയിലാണെങ്കിലും ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന റൊണാൾഡോ. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫുട്ബോൾ ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതകളുണ്ട്. അതിൽ 32 ടീമായിരുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 32 ടീമുകളായിരുന്നത് ഇത് ഈ വർഷം 48 ടീമുകളായി മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ 64 മത്സരങ്ങൾ ഉണ്ടായിരുന്നത് 104 മത്സരങ്ങളായി ഉയർത്തിയിരിക്കുന്നു. കൂടാതെ ആദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഒരു ലോകകപ്പ്. ഒപ്പം വലിയൊരു നേട്ടത്തിലേക്ക് പോകുന്നത് മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്ടെക്ക സ്റ്റേഡിയമാണ്. കാരണം 3 ലോകകപ്പുകളിൽ പങ്കാളിത്തം വഹിക്കുന്ന അല്ലെങ്കിൽ വേദിയാകുന്ന ഒരു സ്റ്റേഡിയം എന്ന രീതിയിലേക്ക് എസ്റ്റാഡിയോ ആസ്ടെക്ക മാറുന്നു. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ആവേശത്തോടൊപ്പം തന്നെ 4 രാജ്യങ്ങൾ അരങ്ങേറ്റത്തിന് എത്തുന്നു. ഉസ്ബെക്കിസ്ഥാൻ, കുറസാവോ, അതേപോലെ തന്നെ കേപ്പ് വെർദെ അടക്കമുള്ള ജോർദാൻ അടക്കമുള്ള 4 രാജ്യങ്ങൾ ലോകകപ്പ് അരങ്ങേറ്റത്തിന് വരുന്നു. ഇതൊക്കെ വലിയൊരു പ്രത്യേകതയാണ്. കൂടാതെ ഈ ഇറാഖും അതേപോലെ തന്നെ മറ്റ് 4 രാജ്യങ്ങൾ കൂടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് തിരിച്ചെത്തുന്നു. ഇതൊക്കെ വലിയൊരു പ്രത്യേകതയാണ്. കൂടാതെ നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് നെയ്മർ ഈ ബ്രസീലിയൻ ടീമിൽ തിരിച്ചെത്തുമോ ഇല്ലെങ്കിൽ ഈ ഒരു ലോകകപ്പിൽ കളിക്കുമോ എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 55 അംഗ ടീം അംഗങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ കാർലോ ആഞ്ചലോട്ടി ആദ്യമായി തെരഞ്ഞെടുത്ത പേര് നെയ്മറയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേപോലെ തന്നെ 55 അംഗ ടീമിൽ നെയ്മർ ഉൾപ്പെട്ടതോടെ താരത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമായി. എന്നാൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബ്രസീലിന്റെ ക്യാമ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫിറ്റ്നസ് തെളിയിച്ചാൽ നെയ്മറും 2026 ലോകകപ്പിൽ ബ്രസീലിനായി ജേഴ്സി ധരിക്കുമെന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2023 ശേഷം നെയ്മർ ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. താരത്തിന്റെ നീണ്ടമായ പരിക്കും ഒപ്പം തന്നെ താരത്തിന് തിരിച്ചടികൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ മികച്ചൊരു വരവാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗോൾ നേടിക്കൊണ്ട് ഒരു വലിയ തിരിച്ചറിവ് നടത്തിയിരിക്കുന്നു. ശസ്ത്രക്രിയക്ക് ശേഷമുള്ള മത്സരങ്ങളിലാണെങ്കിലും പോലും താരത്തിന്റെ പ്രകടനം ഒരു മികച്ച രീതിയിൽ തന്നെ പോകുന്നു. എന്തായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മൾ അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ കേട്ട ഷക്കീറയുടെ ഡായ് ഡായ് ഗാനവും പുറത്തിറങ്ങാൻ പോകുന്നു. അതിന്റെയൊക്കെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾ. നമ്മുടെ സ്പോർട്സ് ഡെസ്കും സെറ്റ് അല്ലേ? എല്ലാവരും സജ്ജമാണ്. ഫിഫ ലോകകപ്പിന്റെ എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് തത്സമയം പ്രേക്ഷകർക്ക് എത്തിക്കാൻ സാധിക്കും. സേതു. ഓക്കെ കിലാഫെ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പം ആ കിക്ക് ഓഫിന് ഓക്കെ കിലാഫ് ബൈ.